സെപ്റ്റംബർ 2 തിങ്കളാഴ്ച. ലൂക്ക 4 അധ്യായം 16 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു പുരോഹിതൻ ഒരു പുതിയ പള്ളി പണിയുകയായിരുന്നു. ഫണ്ടിനായി അദ്ദേഹം അപേക്ഷിച്ചു. ഒരു ദിവസം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉദാരമായ ഒരു ചെക്ക് ഒരാൾ സമ്മാനിച്ചു. ഓ വണ്ടർഫുൾ, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. എന്നാൽ പിന്നീട് ചെക്ക് ശ്രദ്ധാപൂർവം പരിശോധിച്ചപ്പോൾ ആ ദാതാവ് അതിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് കണ്ടെത്തി. അതിനാൽ അച്ഛൻ അവനെ വിളിച്ചു പറഞ്ഞു, ഈ ചെക്കിൽ നിങ്ങളുടെ ഒപ്പില്ല. ഉദാരവതിയായ ആ ദാതാവ് മറുപടി പറഞ്ഞു, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അജ്ഞാതനായി അനോണിമസായി തുടരാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നത് കാണാം. അജ്ഞാതനായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. യേശു തൻ്റെ ജന്മനാടായ നസ്രത്തിലെ സിനഗോഗിലായിരുന്നപ്പോൾ വായിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ ഭാഗം വായിച്ചു. ദരിദ്രർക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ദികളായവർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചശക്തിയും പ്രഖ്യാപിക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും കർത്താവിന് സ്വീകാര്യമായ ഒരു വർഷം പ്രഖ്യാപിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ ചുരുൾ ചുരുട്ടി സിനഗോഗ് അധികാരി ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ശ്രവണത്തിൽ ഈ ഭാഗം നിവൃത്തിയായിരിക്കുന്നു. ഇവ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന കൃപയുടെ വാക്കുകളാണ്. ദരിദ്രർ, ബന്ദികളാക്കപ്പെട്ടവർ, അന്ധർ, അടിച്ചമർത്തപ്പെട്ടവർ എന്നിവർക്ക് കൃപ നൽകുകയും ജനങ്ങളെ തൻ്റെ പിതാവിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുക എന്നതാണ് അവൻ്റെ ഈ ലോക മിഷൻ. ഈ കൃപയുടെ വാക്കുകൾ ഇന്ന് നമ്മുടെ ചെവിയിൽ നിവർത്തിയേറിയിരിക്കുന്നു എന്ന് യേശു പറയുന്നു. അവ ഇന്ന് നിറവേറ്റപ്പെടുന്നു, നാളെയല്ല. അവ നമ്മുടെ കേൾവിയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം നാം കേൾക്കുമ്പോൾ. എന്നിട്ടും യേശു സംസാരിച്ചപ്പോൾ പോലും ആളുകൾ അവരുടെ പുരികം ഉയർത്തി പിറുവിറുക്കാൻ തുടങ്ങി. ഒരു സാധാരണ മരപ്പണിക്കാരന് എങ്ങനെ ഈ ജ്ഞാനമെല്ലാം ലഭിച്ചു? അവൻ്റെ ശക്തി നമുക്ക് കാണിച്ചു തരട്ടെ. ആളുകൾ തന്നെ പരിഹസിക്കുന്നു എന്ന് യേശുവിനറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം അവിടുന്ന് അവരോട് പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം ഭവനത്തിലും നാട്ടിലും ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് അവർ രോഷാകുലരായി അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് തള്ളി മലയുടെ അഗ്രത്തിൽ നിന്ന് തള്ളി ഇടാൻ പോലും ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തു നിന്നുള്ള 2 പ്രധാന പാഠങ്ങൾ ഇവയാണ്. നമ്മളും പല വിധത്തിൽ ദരിദ്രരും ബന്ദികളാക്കപ്പെട്ടവരും അന്ധരും അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് നാം അംഗീകരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ദൗത്യം നമുക്ക് വേണ്ടി കൂടി ഉള്ളതാണ്. സ്വർഗത്തിലെ നമ്മുടെ പിതാവിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന പാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനും നമ്മെ സ്വതന്ത്രരാക്കാനും നമുക്ക് നമ്മുടെ സമ്മതം ആവശ്യമാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ യേശുവിൻ്റെ ദൗത്യം നിറവേറ്റുന്നതിന് നാം അവനെ ശ്രവിക്കേണ്ടത് പ്രധാനമാണ്. രണ്ടാമതായി, യേശുവിൻ്റെ കാലത്തെ ആളുകൾ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തരല്ല. നമുക്കും അവരെ പോലെ ചില പക്ഷപാതങ്ങളും മുൻവിധികളും ഉണ്ട്. നമ്മളും ദൈവത്തിൻ്റെ പല ദൂതന്മാരെയും നിരസിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു വ്യക്തിയിലൂടെയോ ആയിരിക്കും ദൈവം തൻ്റെ സന്ദേശം നമ്മെ അറിയിക്കുക. ദൈവത്തിന്
തൻ്റെ രക്ഷയുടെ സുവാർത്ത നൽകുന്നതിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഡെസിഡെറ്റ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ വാക്കുകളിൽ മറ്റുള്ളവരെ കേൾക്കുക. മന്ദബുദ്ധികളും അജ്ഞരും പോലും അവർക്കും അവരുടേതായ കഥയുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.